ഹായ് ഓൾ. ഇന്ന് നമ്മളൊരു ഗാഡ്ജറ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഫ്ലോട്ടിംഗ് മാഗ്നറ്റിക് ഫിഷ് ടാങ്ക് ക്ലീനറാണ് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. പ്രൈസ് മേടിച്ച സമയത്ത് 299, 300 രൂപ ആണ് ഇതിനായത്. ഡെലിവറി ചാർജ് വന്നില്ല, ബിഗ് ബില്യൺ ഡേയ്സിൽ മേടിച്ചതുകൊണ്ട്. ഇതൊരു എസെൻഷ്യൽ ഗാഡ്ജറ്റ് ആണോ എന്ന് വെച്ചാൽ എസെൻഷ്യൽ അല്ല, പക്ഷേ ഇതുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. ഒരു 300 റുപ്പീസ് നമ്മൾ മുടക്കുന്നതിന് വലിയ നഷ്ടമില്ലാത്തൊരു പ്രൊഡക്റ്റാണ് ഇത്. നമുക്ക് ഇങ്ങനെയാണ്, ഇത് 2 പീസായിട്ടാണ് വരുന്നത്. വീഡിയോ എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യുന്ന എനിക്കറിയില്ല. ഒരു വെൽക്രോ ആണ് ഒരു സൈഡ്. ഇതിങ്ങനെ ഇപ്പോൾ ഒരു പോയിൻ്റി ഹെഡ് പോലെ ഇരിക്കും. ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ പോകുന്ന സൈഡ്. ഇതിങ്ങനെ ഉരഞ്ഞ് നമ്മുടെ ഇത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. ആൽഗിയൊക്കെ ക്ലീൻ ആവും. ഈ സൈഡ് സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്താണ്, നല്ല മാഗ്നറ്റിക് പവറുണ്ട്. ഇങ്ങനെയാണിത്. ഇതാണ് ഡിസൈൻ. ഇത് ഒരു 7 സെൻറ്റിമീറ്റർ നീട്ടുള്ള ഒരു മീഡിയം സൈസാണത്. ഇതിനേക്കാളും ചെറുത് റൗണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഈ നമുക്ക് ബൗളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി റൗണ്ട് ടൈപ്പ് ഉണ്ട്. പക്ഷേ ഈ സ്ക്വയർ ടാങ്കിൽ നമുക്കിത് മേടിക്കുന്ന യാതൊരു നിർബന്ധമില്ല, കാരണം നമ്മുടെ കൈയെത്തും. അതുപോലെ ഏറ്റവും ബെസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള സാധനം ഇതാണ്. നമ്മുടെ പഴയ ഉപയോഗിച്ച ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചതോ പുതിയത് മേടിക്കുകയോ ചെയ്താൽ മതി. ഇതിൻ്റെ അത്ര എഫക്റ്റീവായിട്ട് വേറെ ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ആരാണ് ഒളിഞ്ഞു നോക്കണേ? ഗപ്പിയാണോ? നമ്മുടെ കയ്യിൽ ഇച്ചിരി വെള്ളമാകുന്നുള്ളൂ. വീഡിയോ എടുക്കുന്നുണ്ട്, ഗപ്പി വന്നിട്ടുണ്ട്. ഓക്കെ, കം ടു ദ പോയിൻറ്റ്. ഇതാണ് ഏറ്റവും നല്ല പ്രൊഡക്റ്റ്. പക്ഷേ നമ്മുടെ കയ്യിൽ വെള്ളമാവും, അതുകൊണ്ട് മേടിച്ചാണ്. ഇത് ഞാൻ ഇവരുടെ മേടിക്കുന്ന കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായി. 2 ടാങ്ക് ഉള്ളതുകൊണ്ട് ഇപ്പോൾ 2 ടാങ്കിൽ മാറി ഉപയോഗിക്കാമല്ലോ. അതേപോലെ ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ അടി പോയാലും കുഴപ്പമൊന്നുമില്ല, ഫ്ലോട്ട് ചെയ്ത് കയറി വന്നു. നല്ല പവർഫുൾ മാഗ്നറ്റാണ്. ഇതിൻ്റെ ആവശ്യമുള്ളവർക്ക് ഇതൊരു എസെൻഷ്യൽ അല്ല കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ലിങ്കിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പർച്ചേസിൻ്റെ അകത്ത് എന്താ ചെറിയ പോയിൻറ്റ്സൊക്കെ എനിക്കും കിട്ടും. ആമസോണായതുകൊണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളത് അതിന് ചെയ്യുക. വാഴ നനയുമ്പോൾ ചെറിയ നനയുന്ന പോലെ അങ്ങനെയായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു ബ്ലേഡാണ്. നമ്മൾ സാധാരണ ബ്ലേഡില്ലേ, ഇതിൻ്റെ മേളിൽ എവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ സാധാരണ ബ്ലേഡ് കാണാനില്ല, കവർ മാത്രമേ സോറി, സാധാരണ ബ്ലേഡ്. അപ്പോൾ അത് ബ്ലേഡ് വട്ടം ഒടിച്ചിട്ട് ബ്ലേഡ് ആകുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് ഈ എഡ്ജസ് ചെയ്യാൻ പറ്റില്ല. ഈ സിലിക്ക എങ്ങാനും കയറി കഴിഞ്ഞാൽ വാട്ടർ ലീക്കേജ് വന്നാൽ ഭയങ്കര പണിയാണ്. പക്ഷേ ബ്ലേഡ് ആണെങ്കിൽ നമുക്ക് ഈ ഇത് കണ്ട ഈ ഇരിക്കുന്ന കളറൊക്കെ ഇതൊക്കെ നല്ല നീറ്റായിട്ട് പോകും. ഇനി അതും പറ്റില്ല എങ്കിൽ നമ്മുടെ ഇതുണ്ട് സ്ക്രബില്ലേ, നമ്മൾ ഈ പാത്രമൊക്കെ കഴുകണം സ്ക്രബ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ബ്രഷല്ലേ. ഓക്കെ, എന്ത് കഴിഞ്ഞിട്ട് കൈ നനയുന്നുള്ളൂ. ഇപ്പം എന്ത് ചെയ്യുക, ഈ സൈഡ് ഇട്ടിട്ട് ഒരുപാട് ഫോഴ്സ് കൊടുക്കണ്ട, പതുക്കെ ഇങ്ങനെ ഇത് ചെയ്തെടുക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് ചെളി ക്ലീനാവും. ഈ സൈഡിൽ കണ്ടു, ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ അകത്ത് ആൽഗെ പിടിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതാകും. പക്ഷേ ഇത് നനയും, കൈ നനയും, പിന്നെ ഇത് ഉണക്കാൻ നിൽക്കണം. പക്ഷേ ക്ലീനറാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ചുമ്മാ ഇടുന്നു, ക്ലീൻ ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്. ഇത് കണ്ടു, ഇതിങ്ങനെ അക്വേറിയത്തിൻ്റെ 2 സൈഡിലോട്ട് വയ്ക്കാം. ഇതുള്ള സൈഡ് പിന്നെ പോലുള്ള സൈഡ് ഉള്ളിലോട്ടും ഹാൻഡിലുള്ള സൈഡ് വെളിയിലോട്ടും ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് സ്ക്രബ് ചെയ്യുക. ഒറ്റ കാര്യമുണ്ട്, ഒറ്റ തവണയും കൊണ്ടൊന്നും ഫുള്ളായിട്ട് ക്ലീൻ ആവില്ല. ഒറ്റ സ്ക്രബിലൊന്നും ക്ലീൻ ആവില്ല. ഇതിപ്പോൾ വെള്ളം കാരണം ഈ കളർ വ്യത്യാസം കാരണം കുറച്ച് കഴിയുമ്പോൾ ആ പാടവിടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഒരു 5-6 വട്ടം മൂവ് ചെയ്യാം. അതേപോലെ കോർണറൊക്കെ കറക്റ്റാണ്. കോർണറൊക്കെ ഇങ്ങോട്ട് വരും. ഇത് ഫ്ലോട്ടായില്ലേ, ഇപ്പോൾ വിട്ടുപോയി. അടുത്ത സൈഡിലോട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിടിച്ചോളും. നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. ഈ സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ മീഡിയം സ്നെയിൽസ് ചാടിപ്പോകും, കുഴപ്പമില്ല, അവർ താഴത്തോട്ടാണ്. ഇതിപ്പോൾ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തായിട്ട് വരും. ഉള്ളിലും കൃത്യമായിട്ട് കാണാം. ഓക്കെ, ഇങ്ങോട്ട് വരും. പക്ഷേ വെള്ളമൊക്കെ തിരിക്കും. അത് നമ്മൾ അടിക്കടെ തിരിച്ച് കഴിഞ്ഞാൽ വെള്ളം തിരിക്കില്ല. ഇങ്ങനെ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്യാം. ഇത് ഈസി ഇതാണ് ടാങ്ക് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി. എൻ്റെ ടാങ്കിൽ അധികം ആൽഗി ഗ്രോത്ത് ഇല്ല, പക്ഷേ ഈ ടാങ്കിലുണ്ടായിരുന്നു ലൈറ്റ് കൂട്ടോടിയിട്ട്, അതിനു വേണ്ടി മേടിച്ചാണ്. അപ്പോൾ വീഡിയോ ഉണ്ട്, എല്ലാവരും അഭിപ്രായം കൊടുത്ത്